ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണ സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഇയർ ഓണ സെലിബ്രേഷനാണ്. സോ അപ്പോൾ അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. കാരണം ലൈക്ക് നമുക്ക് ലാസ്റ്റ് ഇയർ ആണല്ലോ, അപ്പോൾ കുറച്ച് സാരിയൊക്കെ എടുത്തതിൻ്റെ കുറച്ച് പട്ടിഷൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ കോളേജിലേക്ക് എത്തിക്കേണ്ടാണ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ടീച്ചേഴ്സ് പ്രിൻസിപ്പൽസും എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഓണപ്പൂക്കൾ ഇടുന്ന ഒരു പരിപാടി ആകെ ഒരു ഓണപ്പൂക്കൾ മെഗാപ്പൂക്കൾ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലും വേറെ പ്രോഗ്രാംസ് അപ്പുറത്ത് നടക്കുന്നുണ്ട്. എന്താ പറയുക, ഈ ബിസ്ക്കറ്റ് തീറ്റയും അതേപോലെ സുന്ദരിക്ക് പൊട്ടിടലും അതേപോലെ എന്താ ചാക്കിച്ചാട്ടം ഉരുളടിയും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ എന്താ പറയുക, ഓണപ്പൂക്കൾ ഇടുന്ന ഒരു തിരക്കിലായതുകൊണ്ട് മറ്റേതൊന്നും കാര്യമായിട്ട് നിർക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കഷ്ടപ്പാടിന് ശേഷം ഓണപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കുറേ പേരിട്ടുണ്ട്. ഞാനതിലൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി എന്താ പറയുക, വേറെ എന്താ പറയുക, ഈ ഉരുളടിയും അതിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ക്ലിപ്പൊക്കെ ഞാനിതിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ക്ലിപ്പ് കാണുന്നത്. അങ്ങനെ അവരിങ്ങനെ അടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ കുറേ പേരൊക്കെ എടുത്ത് ആര് ജയിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടൂ. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് എന്താ പറയുക, ഈ ഉരുളടി അടിക്കണമല്ലോ. സോ അപ്പോൾ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഇപ്പോൾ കിട്ടില്ല അങ്ങനെ ഒരു ഇതിലായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് എന്താ പറയുക, വെറുതെ എന്താ അടിക്ക് അടിച്ചത് അങ്ങനെ എന്തോ ഉണ്ടായപ്പോഴാണ് ലാസ്റ്റ് അത് നിലത്ത് പൊട്ടിയുണ്ട് വീണ് എന്താ അങ്ങനെ അടിച്ചപ്പോൾ കാണാൻ കയ്യിൽ ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അടിക്ക് എന്താ പറയുക, ഇങ്ങനെ തട്ടുമല്ലോ, അങ്ങനെ തട്ടിക്കാനപ്പോൾ വീണ് അങ്ങനെ ഈ ഒരു സെക്കൻഡ് ജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ വേണം അപ്പോൾ കാണിച്ചു തരാം. കണ്ടോ ജയിച്ച്. അപ്പോൾ ഇത് ജയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരൊക്കെ എന്താ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ലൈക്ക് ഒന്നും ആയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ കോളേജിന് തൊട്ട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെയാണ് പരിപാടി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഓണായതുകൊണ്ട് നമുക്ക് എന്തായാലും ഫോട്ടോസ് എടുക്കണമല്ലോ, അത് വേറെ കാര്യം. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. കുറച്ച് എന്താ പറയുക, കോളേജിന് കുറച്ചൊരു രണ്ടടി എന്താ പറയുക, നടന്നതിന് എത്തുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയൊക്കെ ഇട്ടിട്ടുണ്ട്, മാഷാഅല്ലാ. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, യൂട്യൂബിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് വരികയാണ്. കോളേജിലേക്ക് വന്നിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ സദ്യ കഴിക്കണം. അതാണല്ലോ ഹൈലൈറ്റ്, ഓണമാണല്ലോ. അപ്പം അങ്ങനെ എന്താ പറയുക, പ്രിൻസിപ്പൽസിനും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ വന്ന് അവർക്ക് ആദ്യം എന്താ ഇത് കൊടുത്ത്, അപ്പോൾ അവർക്ക് എന്താ അത് കൊടുത്തതിന് ശേഷം ഞങ്ങളിരുന്ന് ഓരോ കറികൾ ഇങ്ങനെ വരികയായിരുന്നു. നമ്മൾ ഡയലോഗാണ് ഓർമ്മ വരിക, കാളം വന്ന് താനും വന്ന് അങ്ങനെ ഓരോ ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എന്താ പറയുക, ആക്ച്വലി നമുക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളമ്പുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിച്ച് എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ ലൈക്ക് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ചോറ് വന്ന് പായസം പാലടയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സദ്യ ഓക്കെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ വിളമ്പി തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് അങ്ങനെ അതൊക്കെ ഇരുന്ന് എന്താ പറയുക, അതൊക്കെ വിളമ്പുന്ന ഡെയിലി അങ്ങനെ വരുന്നുള്ളൂ, ഓരോ ഫുഡുകൾ ഇങ്ങനെ വരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തൊക്കെ വെറുതെ എടുത്തു, അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എന്താ പറയുക, അതിങ്ങനെ ചോറൊക്കെ വന്ന് അങ്ങനെ ചോറ് കഴിക്കാൻ എന്താ പറയുക, പപ്പടെത്തി ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. കുറേ എടുത്തിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് പറഞ്ഞ് തീരുന്നില്ല. അതാണ് ഇങ്ങനെ എന്തൊക്കെ വലിച്ചു നീട്ടി എന്തൊക്കെ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, സാമ്പാർ, പപ്പടം, അച്ചാർ കുറച്ച് കറിയുള്ളൂ കേട്ടോ. കാരണം അത്ര തന്നെ ഉള്ളൂ, എല്ലാം അറിയുന്നില്ല, എന്നാലും കുറച്ച് കറിയുണ്ട്. എന്നാലും ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇരിക്കണമെന്നുണ്ട്. എല്ലാവരും ഭയങ്കര കോർഡിനേഷൻ അങ്ങനെ ഇരുന്ന് സദ്യ കഴിക്കണം. അത് കഴിഞ്ഞപ്പോൾ പായസം വന്നു. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടപ്പായസമായിരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വെറുപ്പിക്കുന്നുണ്ട്. ഓക്കെയാണ്, സഹിച്ച് പോവുക. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നന്ദി പറച്ചിൽ പറയുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഓണം, അങ്ങനെയാണ് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പടം വലിയവരാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ കുറച്ചിൻ്റെ ഇതും എടുത്തിട്ടുണ്ട്, വേറെ പണിയൊന്നും ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ പടം വലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പുറത്ത് കുറച്ച് ടീംസ് ഉണ്ട്, ഇപ്പുറത്ത് കുറച്ച് ടീംസ്. ഇപ്പുറത്തുള്ളത് ഞങ്ങളുടെ ടീമാണ്. സോ അതിൻ്റെ പ്രോത്സാഹനമാണ് ഞങ്ങൾ കാണുന്നിട്ടുള്ളത്. ഭയങ്കര വലിക്കായിരുന്നു. അങ്ങനെ ഫസ്റ്റ് 2 ടേക്കിലുകൾ ഓക്കെ, ലാസ്റ്റ് ഫൈനലുകൾ പൊട്ടി, അത്ര തന്നെ, വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനെ വേറെ ഏതോ എന്താ ടീമാണ് കൊണ്ടുപോയത്. എന്നാലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ, നമുക്കിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, അത്ര തന്നെ നമ്മളുടെ അടുത്തുനിന്ന് ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ഇതിൽ ജയിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ ജയിച്ച് ഫൈനലായപ്പോഴാണ് ഞങ്ങളിന്ന് കയ്യിൽ നിന്ന് പോയത്. സോ ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ വലിക്കുന്നുണ്ട്. നമുക്കറിയാം ഭയങ്കര ടഫുള്ളൊരു പരിപാടി തന്നെയാണ് ഈ സംഭവം. കാരണം അത്യാവശ്യം നല്ല എഫേർട്ടും അതേപോലെ തന്നെ സ്ട്രോങ് ഒക്കെ വേണം ഈ സംഭവത്തിൽ. സോ അപ്പോൾ അതിൻ്റെ എഫേർട്ടൊക്കെ അവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈക്ക് എന്താ പറയുക, അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കുറച്ച് പരിഗണിക്കണമല്ലോ. അപ്പോൾ അവരും എടുക്കണമല്ലോ ഫസ്റ്റ് കേൾക്കാൻ.
അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുക വീണ്ടും ഓരോ ടീമുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പടം ഇങ്ങനെ ലൈക്ക് ഓരോന്നാണല്ലോ ഓരോ ക്ലാസ് വൈസ് ഇങ്ങനെ വലിക്കുന്നുണ്ടാവില്ല. അങ്ങനെ അടുത്ത രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ തന്നെ രണ്ടാമത്തെ നിന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് വലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവരാണ് എന്താക്കിയിട്ടുള്ളത് ജയിച്ചത്. ഇവരാണ് ഈ പടം വലിയിൽ എന്താ പറയുക ജയിച്ചത്, ഫസ്റ്റായത്. അങ്ങനെ ഇവർ നന്നായി വലിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കലാശക്കൊട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോളേജിലുണ്ടായിരുന്ന വിശേഷങ്ങൾ, ഇന്നത്തെ ഓണം എന്ന് പറയുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു വ്ളോഗ് ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നെല്ലാം കമൻറ്റ് ചെയ്യാം. ലൈക്ക് ഞാൻ കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് എന്താ പറയുക വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നില്ല. കാരണം പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി നല്ല ഓർമ്മയുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഹോപ്പ് ലൈക്ക്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പം ഞാൻ ഇനി ടാറ്റ പറയുന്നില്ല, കാരണം ഇനിയുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ എന്താക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ടീച്ചർമാരെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കലാശക്കൂട്ട്. അപ്പം ടാറ്റ.